സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് തുടക്കം മുതൽ ഒരു സ്വന്തമായിട്ട് ഒരു പേരുണ്ടാക്കാനും വ്യക്തിത്വം ഉണ്ടാക്കാനും കഴിഞ്ഞൊരു മത്സരാർത്ഥിയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് 16 ദിവസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് പോകേണ്ടി വന്നപ്പോഴും സിജോ തിരിച്ചു വരണം എന്നാണ് പ്രേക്ഷകർ മൊത്തം ആഗ്രഹിച്ചത്. തിരിച്ചു വന്ന സമയത്ത് സിജോയ്ക്ക് ഒരുപാട് നെഗറ്റീവൊക്കെ ഉണ്ടായി. സിജോ അവിടെ കാട്ടുതീയായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടുതീ ആവുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ സിജോ ഉണ്ടായിരുന്ന ആ ഇഷ്ടവും ഇതൊക്കെ കളഞ്ഞു കുളിക്കുന്നത് പോലെയാണ് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നത്. പെങ്ങളുട്ടിയോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് സ്വന്തം ഗെയിം മറക്കാണ് അവിടെ സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥി. അവിടെ ടോപ്പ് 5-ൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് സിജോ. പക്ഷേ ഈ പെങ്ങളുട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ ഗെയിം എല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ടും കള്ളത്തരം കാണിച്ചുകൊണ്ടും ഒക്കെ സിജോ കളിക്കുന്ന ആ ഒരു ഗെയിം പ്രേക്ഷകർക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഇനി സിജോ ടോപ്പ് 5-ൽ വരുമോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. പെങ്ങളുട്ടി കഴിഞ്ഞ ദിവസം അവിടെ സിജോയിനെയും സായിനെയും ആട്ടിപ്പായിക്കുന്നുണ്ടായിരുന്നു. ബെഡ്റൂമിൽ വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇരിക്കരുത്, എന്നെ തൊടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നിരുന്നത്. എന്നിട്ട് പിന്നെ പെങ്ങളുട്ടിക്ക് ഈ കഴിഞ്ഞ ദിവസം പോയിന്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് പെങ്ങളുട്ടി അത്രയും ദേഷ്യപ്പെട്ടതും സങ്കടപ്പെട്ടതും പിണങ്ങിയതും ഒക്കെ. ആ ഗെയിമിൽ പോയിന്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്ന് നടന്ന, അതായത് 9ാമത്തെ ടാസ്ക്, അതിൽ പെങ്ങളുട്ടിക്ക് ഒരു പോയിന്റ് നേടിക്കൊടുത്തപ്പോൾ പെങ്ങളുട്ടിക്ക് അങ്ങ് സന്തോഷമായി. അതിനു വേണ്ടിയിട്ട് സിജോയും സായും കൂടി അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ മുഴുവൻ പ്രേക്ഷകർക്ക് അത്രയും വെറുപ്പുളവാക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഗെയിം മൊത്തത്തിൽ നശിപ്പിച്ച ഒരു പ്രതീതി. അതുകൊണ്ട് തന്നെ സായിക്ക് പക്ക നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്, സിജോയ്ക്കും അതെ, നന്ദനയ്ക്കും അതെ. അപ്പോൾ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആര് പുറത്തു പോകും എന്നുള്ളതിന് ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് നന്ദനയും സായും നിൽക്കുന്നത്. അവിടെ 2 പേരാണ് പുറത്തു പോകുന്നതെങ്കിൽ ആങ്ങളയ്ക്കും പെങ്ങൾക്കും ഒരുമിച്ച് പുറത്തു പോകാം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആട്ടിപ്പായിച്ചിട്ടും പെങ്ങളുട്ടി എന്ന് പറഞ്ഞിട്ട് പുറകെ നടന്ന് പെങ്ങളിനെ ഉപദേശിക്കുന്നു. അവിടെ സായി കൊടുത്ത ലാലേട്ടൻ വിഷുവിൻ്റെ അന്ന് കൊടുത്ത കൈനീട്ടമുണ്ട്, ആ ഗോൾഡ് കോയിൻ, അതുപോലും സായി വെച്ച് നീട്ടിയത് അവിടെ നന്ദനയ്ക്കാണ്. അതുപോലും കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ നന്ദന. ഇനി എന്നെ അതും വിളിച്ചുകൊണ്ട് പുറകെ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞാലോ, ലൈവ് രാത്രി കണ്ട സമയത്ത് എനിക്ക് അത്രയും കലിപ്പാണ് ഇളകിയത്. 2 ആങ്ങളമാർ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങനെ ഒരു പെങ്ങളെയാണ് തിരിച്ചു കിട്ടുന്നെങ്കിൽ പോയി പണി നോക്കാൻ പറയേണ്ട ആവശ്യകതയുള്ളൂ. എന്നിട്ട് ആ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ഗെയിം തന്നെ ഇല്ലാതാക്കുന്ന സിജോയും സായയും കണ്ട സമയത്ത് വളരെയധികം പുച്ഛം തോന്നിപ്പോയി.